2018 എവരി വൺ ഈസ് ഹീറോ എന്ന സിനിമ ഒരു വലിയൊരു യാത്രയായിരുന്നു. ആ യാത്രയുടെ ഏറ്റവും ബിഗിനിങ് എന്ന് പറഞ്ഞൊരു ഡിസാസ്റ്ററിലാണ് ആ സിനിമ ഉണ്ടായത്. അത് 2018 കേരളം മൊത്തം വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഞാനും വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ സിനിമയിൽ വർക്ക് ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവരും അതിൻ്റെ വിക്ടിംസ് ആയിരുന്നു. സാധാരണയിലും അധികമായി വെള്ളം കയറിയ സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത്. നഗരത്തിൽ മുഴുവൻ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവർക്കും ഒരു പേടി പടർന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും സാധാരണ കാണുന്ന ഒരു മഴയല്ല ഇപ്രാവശ്യം കാണുന്നത്. കേരളം മുഴുവൻ മഴയിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറി. അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് വെള്ളം വന്നത്. എനിക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറേണ്ടി വന്നു. ഞാൻ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പാരൻസിനെ കൊണ്ട് പോകേണ്ടി വന്നു. അപ്പോൾ ഓൾറെഡി വൈഫും എൻ്റെ മോളും ഒരു കല്യാണത്തിന് വേണ്ടി കോട്ടയത്തായിരുന്നു, അവളുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും കൊണ്ട് സംസാരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല, കാണാൻ പോലും ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ അതിനുശേഷം വെള്ളം മാറി ഞങ്ങൾ വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് വീട് മൊത്തം നശിച്ചു പോയി, എല്ലാ സാധനങ്ങളും നശിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ ഭയങ്കര ഡിപ്രഷനിലായിരുന്നു. മൊത്തത്തിൽ ഇനിയും ഒരു ലൈഫില്ല എന്ന രീതിയിലൊക്കെ ഒരു ചിന്തയായിരുന്നു. 2018 ഓഗസ്റ്റ് 15 മുതൽ ഓഗസ്റ്റ് 18, 19 വരെയുള്ള പത്രങ്ങൾ വാങ്ങിച്ച് യൂട്യൂബിൽ ആ സമയത്ത് വന്ന ടെലികാസ്റ്റ് ചെയ്ത ന്യൂസ് റിപ്പോർട്ട്സിൻ്റെ എല്ലാം വീഡിയോസ് കണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു യൂണിറ്റിയുടെ കഥ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും രാഷ്ട്രീയം, ജാതി, പാർട്ടി ഇതൊന്നും ഇല്ലാതെ എല്ലാവരും മനുഷ്യരായി മാറിയ കുറച്ച് കാലം വരുന്നത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇത് ഉഗ്രൻ കഥയാണല്ലോ, ഇതൊരു സിനിമയാക്കണം. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഈ സിനിമ അനൗൺസ് ചെയ്യാണ് ചെയ്തത് ആദ്യം തന്നെ. ഞാനിത് 2022 ഒരു മാർച്ച് ഏപ്രിലാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റിനെ പറ്റി അറിയുന്നത്. ആൻഡോ ജോസഫ് നമ്മുടെ കോ പ്രൊഡ്യൂസർ തന്നെയാണ് എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി സംസാരിച്ചത്. ആ ഫ്ലഡിന് ശേഷം ഒരു ദിവസം ജൂഡ് എന്നെ വിളിച്ചിട്ട് ചേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം, ഒരു ത്രെഡുണ്ട് ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടപ്പം ഞാനിങ്ങനെ ഈ ഫ്ലഡ് ബേസിട്ടൊരു കഥയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നാട്ടിലൊരു തവണ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഹയത്തിൽ ഞാൻ താമസിക്കുന്ന സമയത്താണ് ജൂഡ് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി. അന്നൊരു നല്ലൊരു മഴയുള്ള സമയത്താണ് എനിക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ സബ്ജക്റ്റ് പറയുന്നത്. ഒരു 1 ലൈൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. ഇത്രയും വലിയ ക്യാൻവാസിൽ ഇതെങ്ങനെ പ്രാക്ടിക്കലാവുമെന്ന് ഞാൻ ജൂഡിനോട് ചോദിച്ചു. എഴുത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത് പത്രങ്ങളിലൂടെ കിട്ടിയ കഥകളാണ്. ഞാൻ ശരിക്കും സെലക്ട് ചെയ്ത് ഒറ്റക്കോളം വാർത്തകളായിരുന്നു മൊത്തം. കാരണം അതിനു മുമ്പ് ഒരു കുട്ടിയുമായിട്ട് ഇടുക്കി ഡാമിലൂടെ ഓടിയ ഒരാളുടെ ഫോട്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നു. ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത ആളുകളുടെ ഫോട്ടോ വന്നു. അങ്ങനെ പ്രശസ്തരെ ഒത്തിരി ആൾക്കാർ നല്ല കാര്യം ചെയ്ത എല്ലാവരുടെയും പേരും ഇതെല്ലാം വന്നു. പക്ഷേ ഇതിലൊന്നും അറിയപ്പെടാൻ ചെറിയ ചെറിയ വാർത്തകളിൽപ്പെട്ട വഴി കാണിക്കാൻ പോയൊരു പോസ്റ്റ്മാൻ മുങ്ങി മരിച്ചു എന്നുള്ളൊരു വാർത്ത, കുഞ്ഞു വാർത്തയാണ് വന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു യുവാവ് മുങ്ങി മരിച്ചു എന്നുള്ളൊരു വാർത്ത വന്നു. അൺസങ് ഹീറോസ് എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയായിരിക്കും ഈ സിനിമയ്ക്ക് നല്ലതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മലയാളികൾ ചെയ്ത രക്ഷാപ്രവർത്തനങ്ങളും അവരുടെ ഒരുമയും എല്ലാം ചേർത്ത് ഓർത്തിണക്കിക്കൊണ്ടൊരു തിരക്കഥാ രൂപത്തിലാക്കിയെന്ന് മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. ഇതിൻ്റെ തിരക്കഥാകൃത്തുക്കൾ ശരിക്കും 2018 വെള്ളപ്പൊക്കത്തിൽ ഒരുമിച്ച് നിന്ന് മലയാളികളും നോൺ മലയാളികളുമായിട്ടുള്ള മനുഷ്യരാണ്. പിന്നീട് ജൂഡ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ടെൻഷനായിട്ടാണ്. ജൂഡിൻ്റെ മുഖത്ത് ഇത് എങ്ങനെ എടുക്കും ജൂഡേന്ന് തന്നെ ഞാൻ ചോദിച്ചു. ഒരു ഇല്ല ചേട്ടാ, അത് നമ്മൾ ഗംഭീരമാക്കും, ഇത് ലോകം അറിയപ്പെടുന്ന സിനിമയാകുമെന്നൊക്കെ പറഞ്ഞു. CBI 5 സിനിമ ഷൂട്ട് നടക്കുന്നതിൻ്റെ സമയത്ത് അതിൻ്റെ ഇടയിലൊരു സമയത്താണ് ജൂഡേട്ടനും ആൻഡോ ചേട്ടനും കൂടി വന്നിട്ട് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനൊരു പടം ഉണ്ടെന്നുള്ളതും ചെയ്യണം എന്നുള്ളതും പറയുന്നത്. ആൻഡോ ചേട്ടനും ജൂഡേട്ടനോട് വന്ന മീറ്റിങ്ങിലാണ് സിനിമ ഇതാണെന്നുള്ളതും ഇതാണ് പരിപാടി എന്നുള്ളതും മനസ്സിലാവുന്നത്. സ്ക്രിപ്റ്റ് വായിച്ചപ്പം നല്ല ത്രില്ലായിരുന്നു. ഇത്രയും സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ സിനിമ എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ടില്ല. അത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരുപാട് ഫ്ലഡിൻ്റെ സീക്വൻസുകൾ, കടൽ സീക്വൻസുകൾ, ലാൻഡ് സ്ലൈഡർ, അങ്ങനെ പല ഡാമിൽ ഉള്ള സീക്വൻസുകൾ. അപ്പോൾ ഒരു ടെൻഷനല്ല, ഒരു ആശങ്കയുണ്ടായിരുന്നു എങ്ങനെ ചെയ്യാം എന്നുള്ളത്. സ്ക്രിപ്റ്റ് വായിച്ചു തന്നിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ട് സിനിമകൾ തപ്പിപ്പിടിച്ച് കാണായിരുന്നു. അപ്പോൾ ജൂഡേട്ടൻ കുറച്ച് റെഫറൻസുകൾ വന്നിരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടൈഡൽ വേവ്, ഹാർഡ് റെയിൽ, ഞാൻ കുറച്ച് റെഫറൻസുകൾ എടുത്ത് ഞാൻ തന്നെ പോയി കണ്ടു. അപ്പോൾ ഞാനത് ജൂഡേട്ടനെ അയച്ചു കൊടുത്തു. ജൂഡേട്ടൻ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് സീനുകൾ അയച്ചു തന്നു. ഫസ്റ്റ് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതെന്ന് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു ഭയങ്കര സ്കെയിലുള്ളൊരു പടം. പിന്നെ അതുകൂടെ അതിന് മലയാളത്തിൽ ഇത് അതുപോലെ തന്നെ മേക്ക് ചെയ്താൽ
ഒരു വലിയൊരു ഗംഭീരം ഇതുപോലെ വരാത്ത ഒരു പടമാകുമെന്ന് ഉറപ്പായിരുന്നു. ഫസ്റ്റ് എനിക്ക് മൈൻഡിൽ വന്നത് ഇതിൻ്റെ സ്കെയിൽ തന്നെയാണ്. ഏത് സ്ക്രിപ്റ്റ് വായിച്ചാലും നമ്മൾ VFX പെർസ്പെക്റ്റീവിൽ നിന്നാണ് ആദ്യമേ അപ്രോച്ച് ചെയ്യുന്നത്. എന്തൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ടി വരും, എന്തൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യും എന്നുള്ളൊരു തോട്ട് തന്നെയാണ് ആദ്യമേ വരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആദ്യമേ തന്നെ ഫ്ലൂയിഡ് സിമുലേഷൻ, സെറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ് തന്നെ ആ രീതി തന്നെയാണ് എനിക്ക് കാണാൻ പറ്റുക സ്ക്രിപ്റ്റ് ഫസ്റ്റ്. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉള്ള തോട്ട്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ ഒരു ഈ സിനിമയുടെ ഒരു വലിപ്പം എത്രമാത്രമായിരിക്കും, എങ്ങനെയായിരിക്കും ഇത് മേക്ക് ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്, വിഷ്വൽ എങ്ങനെയായിരിക്കും വരാൻ പോകുന്നതെന്നൊക്കെ ഉള്ളതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തൊരു ഒരു 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 സംഭവമാണല്ലോ. അപ്പം അതിൻ്റെ ഒറിജിനാലിറ്റിയിലും എന്നാൽ എന്താ പറയുന്നത് അതിൻ്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കിട്ടുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തെടുക്കുന്നതിനെ കുറിച്ചായിരുന്നു തോട്ട്സ് എല്ലാം. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ആ കഥാപാത്രങ്ങളുടെ ആ ഒരു ഇമോഷൻസും അന്ന് ഈ പ്രളയം ഫേസ് ചെയ്തിട്ടുള്ള കേരളത്തിൻ്റെ അവസ്ഥയും ഇതെല്ലാം അതിൽ വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രൊഡക്ഷനിൽ മൊത്തത്തിൽ സിനിമയുടെ ബഡ്ജറ്റ് അന്നൊരു 14-15 കോടിക്കകത്ത് തീരുമായിരിക്കും എന്നൊരു ധാരണ ഞങ്ങളെത്തി. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഞാൻ ഒരു ദിവസം ഞാനും അഖിൽ പി ധർമ്മജനും മാത്രമുള്ളൊരു സമയത്ത് എൻ്റെ അടുത്ത് ആൻഡ്രൂ ചേട്ടൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞ കാര്യം, ബാദുഷ എന്ന് പറഞ്ഞ കൺട്രോളർ എന്നോട് പറഞ്ഞു. അതായത് ആൻഡ്രൂ ചേട്ടൻ എല്ലാ ദിവസം കാണുന്ന ഒരു 10 പേരിൽ 8 പേരും അദ്ദേഹത്തിനോട് പറയുന്നത് ഈ സിനിമ ചെയ്യരുത്, അവനെ കൊണ്ടൊന്നും പൊങ്ങില്ല, അവൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും തകർന്നു പോയി. ഇതെന്താണ് ഇങ്ങനെ ഒരു സപ്പോർട്ടും കിട്ടാത്തത്. അപ്പം ഞാൻ അഖിലിനെ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു കുറേ നേരം. അഖിൽ വന്ന് കുറേ നേരം കരഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു ദിവസം വരും, നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കണം നമ്മളാരാണെന്ന്. മെയിൻലി നമുക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ളൊരു സ്പേസാണ്. ആദ്യത്തെ ഞങ്ങൾ ജൂഡും ഞാനും കൂടി ലൊക്കേഷൻ നോക്കി നടന്ന അങ്ങനെ കുറേ അധികം ലൊക്കേഷൻ നോക്കിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഒരു മാസ്റ്റർ ലൊക്കേഷൻ വൈക്കത്ത് നമുക്ക് കിട്ടിയത്. ഈ ഫ്ലഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം മസ്റ്റാണ്. അപ്പോൾ ആ ഒരു വാട്ടർ ബോഡി അടുത്തുള്ളൊരു സ്ഥലം തന്നെ ആയിരിക്കണം. പിന്നെ അത് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കണം. അതിന് നമുക്ക് ഇത്രയും സെറ്റ് ഇടാനുള്ളൊരു സ്ഥലം ഉണ്ടായിരിക്കണം. കടൽ ചെയ്യുമ്പോൾ ശരിക്കും ഞാൻ ആദ്യം വിചാരിച്ച് കടലിൽ പോയി ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചു. മണിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവിടെ കടലിൽ പോയി നീ പെട്ടു, കടലിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റും, നമുക്കൊരു ടാങ്കിൽ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ടാങ്ക് എന്തുമാത്രം ശക്തിയിൽ പണിയണം എന്ന് പറഞ്ഞാൽ അത് ബഡ്ജറ്റ് കൂടുന്ന ഇവിടെയാണ്. അപ്പോൾ അതിന് ടാങ്ക് പണിത് അതിൻ്റെ ചുറ്റും മണ്ണടിക്കുക, അതിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത കൺസ്ട്രക്ഷനായിട്ട് ഭയങ്കര ബന്ധമുള്ള ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കുറേ ഇൻപുട്സ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1.5 ഏക്കറുള്ള ഒരു ടാങ്ക് തന്നെ വേണമെന്ന് മനസ്സിലായി. ഏകദേശം ഒരു 6 ഫീറ്റ് ഹൈറ്റുള്ള ഒരു ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് 1.5. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, 1.5 ഏക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് എനിക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോരം ഉണ്ടാവും 1.5 ഏക്കർ. അപ്പോൾ പറഞ്ഞു അത് എങ്ങനെ ഉണ്ടെങ്കിൽ 1.5 ഏക്കർ തന്നെ വേണ്ടി വരും. ഞാനത് പല പ്രാവശ്യം ചോദിച്ചാണ്. 1.5 ഏക്കർ ഒരു ടാങ്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം സ്പെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ. പിന്നെ അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 1.5 ഏക്കർ ടാങ്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം, വെള്ളം ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ 1.5 ഏക്കർ ടാങ്കിൽ ഏകദേശം ഇവർ ആവശ്യമുള്ള അത്രയും വെള്ളം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 അടി വെള്ളം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കോടി ലിറ്റർ വെള്ളം വേണം. 1 കോടി ലിറ്റർ എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മളപ്പോൾ ഒരു ക്വാണ്ടിറ്റി ഏകദേശം കണക്ക് കൂട്ടാൻ സാധിക്കും. പിന്നെ അത് ചെയ്യുന്ന വെച്ചാൽ മൂന്നാമത്തെ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രഷ് വാട്ടർ ആയിരിക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അതിലെപ്പോഴും ഇറങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ ഈ സാൾട്ടി വാട്ടർ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അസുഖങ്ങളും പല പ്രശ്നങ്ങളും കുറേ നേരമൊന്നും ഒരിക്കലും ഉപ്പുള്ളതിൽ ഇറങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഈ സിനിമയിലെ വെള്ളത്തിലുള്ള എല്ലാ സീക്വൻസുകളും, വെള്ളം, വീട് മുങ്ങുന്നത്, വെള്ളപ്പൊക്കം, പിന്നെ ഈ പറഞ്ഞ പോലെ ഡാം, ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് മറ്റേ തുടക്കത്തെ കടൽ സീക്വൻസ് ഇതെല്ലാം ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു ടാങ്കിലാണ്. 300 അടി വലിപ്പമുള്ള 4 അടി ഹൈറ്റുള്ള ഒരു ടാങ്കിലാണ് നമ്മളിത് വെള്ളം നിറച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് അധികം സിനിമകളൊന്നും വന്നിട്ട് പോലും എനിക്ക് അതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഭാഗ്യം പോലെ ഒരു വൈക്കത്തൊരു ലൊക്കേഷൻ കിട്ടി. കൃത്യമായിട്ട് എല്ലാം ഒത്തുവന്ന പുഴയുടെ തീരത്തൊരു ലൊക്കേഷൻ. എറണാകുളത്തിന് വൈക്കത്തിനടുത്തുള്ളൊരു പുഴയുടെ തീരത്തുള്ളൊരു 12 ഏക്കർ സ്ഥലം ഞങ്ങൾ ലീസിനെടുക്കുകയും അവിടെ ഒരു 1.5 ഏക്കറോളം വലിപ്പമുള്ളൊരു ടാങ്ക് ഉണ്ടാക്കുകയും ഒരു 4 അടി ഹൈറ്റിലാണ് ആ ടാങ്ക് ഉണ്ടാകുന്നത്. അതുകൂടാതെ നമ്മൾ വില്ലേജ് ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ നമ്മളൊരു 16 വീടുകളുടെ സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കി, പുറം മാത്രം. അതിൽ 3 പോർഷനായിട്ടാണ്, ബേസ്മെൻറ്റ്, സെൻട്രൽ പോർഷൻ, റൂഫ്. ഇതെല്ലാം തമ്മിൽ
ബോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട് വെള്ളം മുങ്ങുക എന്നുള്ളതിന് ഉപരി നമുക്ക് വെള്ളത്തിൽ വീട് മുക്കുക എന്നുള്ള പരിപാടിയാണ് പുള്ളി തന്നെ പറഞ്ഞ ഐഡിയ ആണ്. വീടുകൾ കുറച്ച് സ്ട്രക്ചർ മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്കതിനൊരു 3 ഭാഗമായിട്ട് ഉണ്ടാക്കാം. താഴത്തെ ഭാഗം മാറ്റിയാൽ വെള്ളം അത്ര മികരുത്. അങ്ങനത്തെ ഒരു ഐഡിയ പുള്ളി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി. കാരണം അതാണ് പ്രാക്ടിക്കലി ഏറ്റവും എളുപ്പമാണ്, എക്കണോമിക്കലി നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ വെള്ളപ്പൊക്കം വരുന്നത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഈ വീടിൻ്റെ ബേസ്മെൻറ്റ് എടുത്ത് മാറ്റിയാൽ അത്രയും പോർഷൻ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പോലെ തോന്നും. കുറച്ചും കൂടി വെള്ളം കയറിയത് കാണിക്കാൻ വേണ്ടി നമ്മൾ മിഡിൽ പോർഷൻ എടുത്ത് മാറ്റിയാൽ അത്രയും വെള്ളം കയറിയ പോലെ തോന്നും. എബിൻ്റെ വീട്ടിലൊക്കെ അവസാനം എബിന് CPR കൊടുക്കുന്ന സീൻ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ റൂഫ് മാത്രം എടുത്ത് ടാങ്കിൽ വെച്ചിട്ടാണ് ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത്. അതുപോലെ ഈ 16 സ്ട്രക്ചറുകൾ വീടുണ്ടാക്കിയപ്പോൾ 4 ഫേസ് ഉണ്ടായിരുന്നു ഈ വീടുകൾക്ക്. അതുകൊണ്ട് ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 4 ഫേസ് ഉള്ളതുകൊണ്ട് ഇത് പല കോമ്പിനേഷൻ വെച്ച് നമുക്ക് ഒരുപാട് വില്ലേജസ് ഉണ്ടാക്കാൻ പറ്റി അവിടെ. അപ്പോൾ നമ്മളിപ്പോൾ നേച്ചർ വെച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. നമുക്ക് ഈ ഫ്ലഡ് ഇങ്ങനെ വെള്ളം കയറി വരുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ വെള്ളം കയറ്റിയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഒരിക്കലും കംഫർട്ടായിരിക്കില്ല. ഞാൻ ചൂണ്ടിയെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു ലെവലിൽ വെള്ളം നിർത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വീടുകൾ, നമ്മുടെ ഒബ്ജക്റ്റുകൾ എന്തൊക്കെയാണോ ആ വീടുകൾ അല്ലെങ്കിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ, മരങ്ങൾ, അതിൻ്റെ ഉള്ള ആ ഒരു മറ്റേ ഹൗസിംഗ് കോളനി എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയിൽ എന്തൊക്കെയുണ്ടോ അത്രയും സാധനങ്ങളൊക്കെ നമുക്ക് വെള്ളം കയറുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റുകൾ താഴേക്ക് ഇറക്കുക എന്നുള്ളൊരു പ്രോസസ്സിൽ അങ്ങനെ ഈ പറയുന്ന ടാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിലും സെറ്റ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ക്രിയേറ്റ് ചെയ്ത ഇത്രയും എലാബറേറ്റ് ആയിട്ടുള്ള സെറ്റ്സ് ആണെങ്കിലും അൺനെസസറി സെറ്റ് എക്സ്റ്റൻഷൻസ് നമ്മൾ അങ്ങനെ കട്ട് ഡൗൺ ചെയ്യാൻ പറ്റി. സെറ്റിട്ട സെയിം സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ഒരു കവലും ഉണ്ടാക്കി സെറ്റുണ്ടായി. അപ്പോൾ കവല വെള്ളം കയറുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു, അതും നമ്മൾ അവിടെ തന്നെ ഷൂട്ട് ചെയ്തു. എല്ലാ തരത്തിലും നമുക്ക് ഒത്തിണങ്ങിയ ഒരു ലൊക്കേഷൻ കിട്ടിയതാണ് ഈ പടത്തിന് ഏറ്റവും വലിയ വിജയമായിട്ട് മാറിയത്. കടലിലെ കുറേ ഇതുണ്ട്, ആദ്യം തന്നെ സ്ക്രിപ്റ്റിൽ കാണിക്കേണ്ട. അപ്പോൾ ഇത് കടലെങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യും? നമുക്ക് ഒരിക്കലും കടലിൽ പോയിട്ട് ഇതൊന്നും ചെയ്യലൊന്നും, ഇതെല്ലാം ചെയ്യുക. ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു കൺസേൺ ആണല്ലോ. അപ്പോൾ നമ്മളൊരു ലിമിറ്റഡ് ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഒരു മലയാള സിനിമ ചെയ്യണം. അത് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മളതിന് ഹൈ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ സ്ട്രെങ്ത്, ഫിഷർമാൻ എത്രമാത്രം ശക്തരാണ്, അവർക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു സീനുമാണ് സിനിമയുടെ ആദ്യ ഒരു 10-15 മിനിറ്റിൽ വരുന്ന കടൽ സീൻ. അത് പ്രേക്ഷകരെ അതിൽ കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കടൽ സീക്വൻസിന് വേണ്ടി ഞങ്ങളൊരു ലൈഫ് ഓഫ് പൈക്കും പൈററ്റ്സ് ഓഫ് കരീബിയനിലൊക്കെ ഷൂട്ട് ചെയ്ത് അവർ യൂസ് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. ബോട്ട് ഒരു ഹൈഡ്രോളിക് ഒരു എക്യുപ്മെൻറ്റിൽ വെച്ചിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുക, ബോട്ടിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൊടുക്കാനൊക്കെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഞങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അത് സമയമെടുക്കുന്നൊരു പരിപാടിയും എക്സ്പെൻസീവായി തോന്നിയത് കൊണ്ടും അതിന് വലിയ എഫക്റ്റൊന്നുമില്ല. ഒരു ഭയങ്കര കടൽക്ഷോഭമൊന്നും അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ മലയാളികളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കമ്പി വെൽഡ് ചെയ്തിട്ട് ആൾക്കാരെ പിടിച്ച് കൊടുക്കാം വെള്ളത്തിൽ കിടന്ന്. അങ്ങനെ എല്ലാവരും ഒരു എനിക്ക് തോന്നുന്നു 10-15 പേരെങ്കിലും ഒരു ബോട്ടിന് ചുറ്റും ഫുൾ ടൈം വെള്ളത്തിലുണ്ടാവും. അസിനേറ്റർ ഉണ്ടാവും, ആർട്ട് അസിസ്റ്റൻസ് ഉണ്ടാവും, ആർട്ട് ഉണ്ടായിരുന്നു. തിരയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ ആമുള്ള JCB കൊണ്ടുവന്നിട്ട് ആ JCBയിൽ നമ്മൾ ബാരൽ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേ സിസ്റ്റം തന്നെ ഹോളിവുഡിലും ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വലിയ ഹൈറ്റിൽ നിന്ന് വലിയൊരു ടാങ്ക് മുകളിൽ സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് റാമ്പ് വഴി നമ്മൾ വെള്ളം ഒഴിച്ചത് താഴത്തേക്ക് സ്പീഡിൽ കൊണ്ടുവന്ന് ഇറക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രോസസ് ഉണ്ടായിരുന്നത്. അങ്ങനത്തെ 2 സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ ഡൗണിലും വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ഹൈറ്റിലും വെച്ചിട്ടുണ്ടായിരുന്നു. വലിയൊരു ബക്കറ്റ് ആദ്യം ഫില്ലാവും. ആ ബക്കറ്റ് ഒറ്റയടിക്ക് അമർത്തുമ്പോൾ അതൊരു ചാനലിലൂടെ വന്ന് വെള്ളത്തിലടിച്ച് തെറിച്ച് തിരമാലയാവുന്നതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. ചലഞ്ചിങ് പാർട്ടായിരുന്നു അത്. അതിപ്പോൾ ഫസ്റ്റ് നമ്മൾ ജൂഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് തന്നെ ഏത് കൈൻഡ് ഓഫ് മ്യൂസിക് ഇതിനകത്ത് ട്രീറ്റ് ചെയ്യണമെന്നായിരുന്നു. അതായത് ഏതിട്ടാൽ വർക്കാവും. ബിക്കോസ് ഇതിൻ്റെ കൂടെ സൗണ്ട് ഒരു ഭയങ്കരമായ ഒരു ഫാക്ടറാണ് ഇതിനകത്ത് പടത്തിനകത്ത്. മ്യൂസിക്കും സൗണ്ടിലൂടെ ഒത്തുചേർന്ന് പോകണമെങ്കിൽ ഓർക്കസ്ട്രൽ പരിപാടി ഇതാണ് നടക്കത്തുള്ളായിരുന്നു. അപ്പോൾ ഓർക്കസ്ട്രൽ ഇപ്പം നമ്മളിപ്പോൾ ഹോളിവുഡ് പടങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു ഓർക്കസ്ട്രൽ കൈൻഡ് ഓഫ് മ്യൂസിക്കാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യാൻ ആദ്യം തൊട്ടേ പ്ലാൻ ചെയ്തു. അത് ഞങ്ങൾ ആദ്യമേ കടൽ റെസ്ക്യൂ സീക്വൻസ് ഉണ്ട്. അപ്പം ആ സീക്വൻസിലാണ് ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പം അവിടെ അത് വർക്കൗട്ടായി. അപ്പം ആ പോർഷൻ വർക്കൗട്ടായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വിത്ത് ഈ വെള്ളത്തിൻ്റെ സൗണ്ടും പിന്നെ അതുകൂടാതെ ബാക്കിയെല്ലാം ഇതുകൂടെ കൂടി മ്യൂസിക് കൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ ഓർക്കസ്ട്രൽ കൈൻഡ് ഓഫ് തിങ് ഇട്ടാലേ പറ്റത്തുള്ളൂ മനസ്സിലായി. അങ്ങനെ കംപ്ലീറ്റ്ലി ഓർക്കസ്ട്രൽ ഒരു ഫീലുള്ളൊരു മ്യൂസിക്കാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. VFX വന്നതോടുകൂടി നമുക്ക് എന്തൊക്കെ ചെയ്യാം, VFXൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ടൊരു അതിർവരമ്പുകൾ നമ്മൾ ഉണ്ടാക്കി. ലൈൻ വരച്ചു, ഇത് മാത്രം ചെയ്താൽ മതി, ഇത് ചെയ്യേണ്ട അങ്ങനെ വരച്ച് കഴിയും ചെയ്തു. അതിനുശേഷം സ്റ്റോറി ബോർഡ് ചെയ്യേണ്ട സീക്വൻസുകൾ മാത്രം. വൈശാഖ് എന്ന് പറയുന്ന പുതിയ പയ്യനാണ്. ഈ പടത്തിൻ്റെ സ്റ്റോറി ബോർഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവന് 19 വയസ്സായിരുന്നു. ഈ സിനിമ ഇറങ്ങിയപ്പോൾ അവന്
24 വയസ്സോ 23 വയസ്സോ കണ്ടായി. കടൽ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ടാങ്കിൻ്റെ സൈഡിൽ കൂടി ഈ പറഞ്ഞ പോലെ ക്രെയിൻ, ഇൻഡസ്ട്രിയൽ ക്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് 2-3 ക്രെയിനൊക്കെ ഒരേ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ജെർക്കിങ് ഇതെല്ലാം കാരണം ടാങ്കിന് ബലക്ഷയം സംഭവിക്കുകയോ ടാങ്ക് പൊട്ടുകയോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിലാണെങ്കിൽ അതേപോലെ തന്നെ ബോട്ട് ഇറക്കുന്നു, ഒരുപാട് ആളുകൾ ഇറങ്ങുന്നു, ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വീടുകൾ ഇതെല്ലാം നമ്മൾ ഇറക്കി വെക്കുന്നു, അതിൻ്റെ ഷിഫ്റ്റിങ് നടക്കുന്നു. അപ്പോൾ പാരലായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ടാങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാങ്കിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ വീടുകൾ തൊട്ട് ബാക്കിൽ പുഴയാണുള്ളത്. അപ്പോൾ ഈ വീടുകൾ ഒരുപാട് ദോഷം സംഭവിക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് വലിയ അപകടങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വരാത്ത രീതിയിൽ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ട് തന്നെയാണ് നമ്മൾ പോയത്. ഈ പടത്തിലുള്ള ഒരു മേജർ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ എല്ലാം കേൾക്കണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കടൽ സീക്വൻസിൽ ആ കടലിൻ്റെ റഫ് സീ എന്നുള്ളൊരു ആ ഒരു സ്റ്റോം ഫീൽ ചെയ്തില്ലെങ്കിൽ അതിനകത്ത് നിൽക്കുന്നവരുടെ ആ ഒരു വൾണറബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്ലെസ്നെസ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതും കേൾക്കണം. അതിൻ്റെ കൂടെ ആ സിറ്റുവേഷനെ എൻഹാൻസ് ചെയ്യുന്ന നോബിൻ്റെ മ്യൂസിക് കേൾക്കണം, അതിനകത്തുള്ള ഡയലോഗ്സ് കേൾക്കണം. ഇതെല്ലാം ഒരു മേജർ ചലഞ്ചാണ്. കാര്യം ഇത്രയും ലൗഡ് ശബ്ദത്തിനിടയ്ക്കൂടെ വേണം ഈ ഡയലോഗ്സ് കേൾപ്പിക്കാനായിട്ടുള്ളത്. ഓൾമോസ്റ്റ് മ്യൂസീഷ്യൻ 100 മുകളിൽ മ്യൂസീഷ്യൻസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പം പലയിടത്തുനിന്നുമായിട്ട് അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ പല ലെയേഴ്സും ആഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ലെയറിനെ കില്ല് ചെയ്യാതെ അതിൻ്റെ ചില പർട്ടിക്കുലർ ഫ്രീക്വൻസീസ് മാത്രം കൺട്രോൾ ചെയ്ത് മ്യൂസിക്കിലുള്ള ഈ പറഞ്ഞ പോലെ മ്യൂസിക്കിലും ഡയലോഗിലും സൗണ്ട് എഫക്ട്സിലും ഉള്ള പർട്ടിക്കുലർ ഫ്രീക്വൻസീസിനെ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് എല്ലാം ഓഡിബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാ ടാങ്കിൽ ഷൂട്ട് ചെയ്ത് ഫുള്ളും നമ്മൾ 270 ഡിഗ്രീസ് നമ്മൾ ബ്ലൂ മാറ്റ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ എല്ലാ ഷോട്ടും CG. അതാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും ഫൈനലി അതാണ് അതിൻ്റെ CG ഷോട്ട്സാണ് വന്നത്. അത് എല്ലാം VFX ചെയ്യുന്നവരെ വിശ്വസിച്ചിട്ട് അവർ പറയുന്നു ഈ ഷോട്ട് ഇങ്ങനെ മതി, ചുറ്റും മാറ്റുണ്ട്, നമ്മളത് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു 140 ഷോട്ട്സോളം ഉണ്ട് സ്റ്റോം സീക്വൻസിൽ. അതിനകത്ത് എല്ലാത്തിനകത്തും എന്തെങ്കിലും VFX ഉണ്ട്. ഫുൾ CG ഷോട്ട്സ് ഒഴിച്ച് ഞാൻ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ ആണെങ്കിലും അത് പ്രോപ്പർലി കൺവിൻസിംഗ് ആയിട്ട് മാച്ച് ആവുമോ ഇല്ലയോ, ഈ സ്റ്റോമിൻ്റെ ഈ ഭീകരത ഉണ്ടാവുമോ ഇല്ലയോ എന്ന് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഒരു ബ്ലൂ സ്ക്രീനിൽ ഒരു ബോട്ടിൽ ഇരിക്കുന്നതെന്നല്ലാതെ നമുക്ക് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. ഇത് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു റഫ് ഐഡിയ ഉണ്ടെങ്കിലും നമുക്കത് കാണാതെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ലക്കിലി അത് വർക്കൗട്ടായി. ഒരുപാട് പേര് രാത്രിയും പകലും കഷ്ടപ്പെട്ട് ഞങ്ങളെല്ലാ ആ സീക്വൻസിൻ്റെ സ്റ്റോറി ബോർഡെല്ലാം ഞങ്ങൾ സ്റ്റോറി ബോർഡ് പ്രിൻ്റ് എടുത്ത ഓരോ ഫോട്ടോ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ഷോട്ട് കഴിയുമ്പോൾ ഞങ്ങളത് പറിച്ച് എല്ലാവരും കൈയടിക്കുന്ന ഒരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വൈസല്ല ഇപ്പോൾ നമ്മൾ പടം കിടക്കുന്നത്. സ്ക്രിപ്റ്റ് വൈസിൽ ഫസ്റ്റ് സീൻ എന്ന് പറയണത് കടൽ സീക്വൻസ് ആയിരുന്നു. അപ്പോൾ ആ കടൽ സീക്വൻസ് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ഇവരുടെ ഓരോരുത്തരുടെ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അത് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ എപ്പിസോഡ് വൈസ് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഫുള്ളും നമ്മൾ ഷിഫ്റ്റ് ചെയ്യായിരുന്നു. കടൽ സീക്വൻസ് കുറച്ച് കഴിഞ്ഞിട്ട് മതി, ആദ്യം ടോവിനോടെ ഇൻട്രൊഡക്ഷനിലാണ് തുടങ്ങുന്നത് സിനിമ. യൂഷ്വലി നമ്മളെല്ലാ സിനിമകളുടെയും ഒരു ഫസ്റ്റ് കട്ട് കാണുമ്പോൾ നമുക്കൊരു നിരാശയായിരിക്കും ആദ്യം എനിക്ക് വരാറ്. കാരണം ഫസ്റ്റ് കട്ട് കാണുമ്പോൾ നമുക്ക് ഇതിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, നല്ല രീതിയിൽ ചെയ്യായിരുന്നു, കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു തന്നെയാണ് എല്ലാ സിനിമകൾ കഴിയുമ്പോഴേ എനിക്ക് തോന്നാറ്. ഫസ്റ്റ് കട്ടിൽ കണ്ടതിനേക്കാളും ചമ്മൻ അതിൽ നിന്ന് ഒരുപാട് മാറ്റിയിട്ടുണ്ട്. അവൻ്റെ ഒരു ഇൻ്റർവെൽ പഞ്ച് പോരാ എന്നൊരു അഭിപ്രായം വന്ന സമയത്ത് അവൻ തന്നെയാണ് അതിൽ എഡിറ്റിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തി എന്നെ വീണ്ടും കാണിച്ചപ്പോഴാണ് അത് വർക്കായിരുന്നു. ഇൻ്റർവെൽ സീക്വൻസ് ആയാലും ശരിക്കും ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ പോലെ ഫുള്ള് നമ്മൾ ഇൻ്റർകട്ട്, ക്രോസ് കട്ടിങ്, അതായത് ഒരു പോർഷൻ നമ്മൾ കാണിക്കും, പിന്നെ അടുത്തേക്ക് പോകും, പിന്നെ അവിടേക്ക് തന്നെ വീണ്ടും വരും. അതങ്ങനെ എഡിറ്റിലുണ്ടായ സംഭവങ്ങളാണ്. ഈ പടത്തിൻ്റെ ഫസ്റ്റ് കട്ട് ഓൾമോസ്റ്റ് 3 മണിക്കൂർ 8 മിനിറ്റ് ഉണ്ടായിരുന്നു. ഈ സിനിമ ശരിക്കും ടെക്നിക്കലി പെർഫെക്റ്റായ ഒരു സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. കാരണം ഈ സിനിമ വരുവാണെങ്കിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഞാൻ ട്രോളപ്പെടും, കോമഡി പീസായി മാറും, അല്ലെങ്കിൽ ഈ സിനിമ ഭയങ്കര വൻ വിജയമായിരിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ തന്നെ ഭാവി നിശ്ചയിക്കുന്ന ഒരു സിനിമയായിരുന്നു. അപ്പം ഞാൻ
ആത്മഹത്യ ചെയ്യാനും പറ്റും. ചാടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ പാരച്യൂട്ട് ഓപ്പണായി ഞാൻ ഉന്നതങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഈ സിനിമയ്ക്ക് എടുത്ത് ചാടിയത്. അപ്പോൾ അത്രയും ടെക്നിക്കൽ പെർഫെക്ഷന് വേണ്ടി നമുക്ക് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ടാങ്ക്, ഈ പറഞ്ഞ പോലെ ടാങ്ക് ഉണ്ടാക്കുക, ടാങ്കിൽ എങ്ങനെ വീടുകൾ എടുത്തു വയ്ക്കുക, അപ്പോൾ അതിനൊരു ക്രെയിൻ വേണം. ആ ക്രെയിൻ ഇൻഡസ്ട്രിയൽ ക്രെയിൻ ആയിരിക്കണം, വലിയ ക്രെയിൻ ആയിരിക്കണം. പറഞ്ഞ പോലെ പിന്നെ ഈ നൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നൈറ്റ് ഷൂട്ട് ചെയ്യാൻ നമുക്ക് ബലൂൺ ലൈറ്റ്സ് ആണ് ആദ്യം ഞാൻ റിക്വയർമെൻറ്റിൽ പറഞ്ഞത്. പക്ഷേ ഈ ബലൂൺ ലൈറ്റ് പെർ ഡേ തന്നെ വലിയൊരു കോസ്റ്റ് വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ മലയാള ഇൻഡസ്ട്രിയുടെ പരിമിതിക്ക് നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ ബലൂൺ ലൈറ്റിംഗ് പോസിബിൾ അല്ലാത്തതുകൊണ്ട്, കാരണം ഇത്ര അധികം ദിവസത്തേക്ക് അറൗണ്ട് 60 days നമുക്ക് ബലൂൺ ലൈറ്റിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരം വേറെന്ത് മെത്തേഡ് കണ്ടുപിടിക്കാമെന്ന് നമ്മൾ യൂണിറ്റുകാരും അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് അവർ ഓരോരോ മെത്തേഡ്സ് അവരുടെ സൈഡിൽ നിന്ന് ഓരോ ഇൻപുട്സ്, നമ്മുടെ അസോസിയേറ്റ് എല്ലാവരും കൂടി ചേർന്നുള്ളൊരു ഇൻപുട്സൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വേറൊരു മെത്തേഡ്, ക്രെയിനിലൊരു നമുക്ക് വേറൊരു ബോൾ പോലെ ലൈറ്റ് ചെയ്ത് സസ്പെൻഡ് ചെയ്തിടാം, അത് നല്ലതായിരിക്കും. 3 4K പവർ വെച്ചിട്ടാണ് നമ്മൾ ആ ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ചെറിയ വേർഷൻസൊക്കെ നമ്മൾ ഇതിന് മുന്നേ സിനിമകളിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ഏരിയ, അതായത് ഇപ്പോൾ ഈ 300 അടി ടാങ്ക് എന്ന് പറഞ്ഞ ഒരു അത്രയും വലിയൊരു ഏരിയ നമുക്ക് ലൈറ്റപ്പ് ചെയ്യണമെങ്കിൽ അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് ലൈറ്റ് തന്നെ വേണം. ഗോഡ യൂസ് ചെയ്ത് നമ്മൾ 4 ഭാഗത്തുനിന്നും ഗോഡ യൂസ് ചെയ്ത് ഹൈലൈറ്റ്സ് ചെയ്തു. ടോപ്പ് ലൈറ്റിങ് നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി ഈ സെറ്റപ്പ് അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് അവസാനം വർക്കൗട്ട് ആയതിനു ശേഷം ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് എല്ലാ സീൻസിലും, അതായത് നൈറ്റ് വരുന്ന എല്ലാ സീക്വൻസിലും നമ്മൾ ആ സെയിം മെത്തേഡാണ് ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ഈവൻനെസ് പോലെ ഇരിക്കണം, ഒരേ ലൈറ്റിംഗ് പോലെ ഇരിക്കണം എന്നുള്ളൊരു സാധനം, അതായത് ഒരു ലൈറ്റിംഗ് പാറ്റേൺ സെയിം ആയിരിക്കണമല്ലോ. சாஃப்டா வாசமா அதுக்கு மட்டும் தான் கரெக்ஷன் பார்க்கலாம். அந்த ஃபோன் பாப்பா இருக்கா, இப்போ இது மாதிரி பாப்பா இருக்கு விளையாடு, ஏய் பாப்பா அந்த ഇത് എടുക്കണം. എല്ലാ സിനിമകളിലും നമ്മളൊരു സീൻ എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു കഥയായിട്ട് എഴുതുമ്പോഴോ അതിന് ഒരു കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടി വരും. അപ്പോൾ ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും ഫസ്റ്റ് ടൈം തന്നെ മനസ്സിൽ വന്ന ആൾക്കാർ തന്നെ കിട്ടാനുള്ള ഒരു ഭാഗ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സിനിമയിലും അങ്ങനെ കിട്ടാറില്ല. ടോവിനോടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് കടപ്പാടുള്ളത് ഈ സിനിമയിൽ. ബാക്കിയുള്ളവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ടോവിനോ, ഞാൻ അവനെ കാണുന്നത് ശരിക്കും സലീം അഹമ്മദ് ഡയറക്റ്റ് ചെയ്ത ആൻഡി ഓസ്കാർ ഗോസ് ടു എന്നുള്ള ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് ഞാനോട് ഇത് ആദ്യമായിട്ട് ഇതിൻ്റെ കഥ പറയുന്നത്. ശരിക്കും അവന് വേണമെങ്കിൽ ആലോചിക്കാം, ഇയാൾ ഈ ഓം ശാന്തി ഓശാനെയും ഒരു മുത്തശ്ശേരം ചെയ്ത് ഇയാൾ എങ്ങനെയാണ് ഈ വെള്ളപ്പൊക്കമൊക്കെ ചെയ്യാൻ പോണത്, സാധ്യതയില്ല ചേട്ടാ, ഞാനില്ല, കുറച്ച് ബിസിയാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ പടം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒഴിവായിരുന്നു. പക്ഷെ അവൻ എന്നെ എന്തോ കണ്ടപ്പോൾ വിശ്വാസം വരികയും ചേട്ടൻ നമുക്ക് ചെയ്യാൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് വരികയും ചെയ്ത് അവൻ കാരണമാണ് ഈ പടം ഓണായത്. ഇല്ലെങ്കിൽ അവൻ ആദ്യമേ നോ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ ഉണ്ടാവില്ല. അതും ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ എല്ലാ കാര്യത്തിലും, ഈ തിരക്കഥയുടെ കാര്യത്തിലായപ്പോലും ഷൂട്ടിങ്ങിന് വരുമ്പോഴായപ്പോലും ഫിസിക്കൽ എഫർട്ടായാലും സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ടോവിനോ ഒരു കംപ്ലീറ്റ് ആക്ടറായിട്ട് എൻ്റെ കൂടെ നിന്നുകൊണ്ടാണ്, ഒരു സ്റ്റാർ ആയിട്ടല്ല, ഞാൻ അതുകൊണ്ടാണ് ആക്ടർ എന്ന് വാക്കെടുത്ത് ഉപയോഗിച്ചത്. ഒരു ആക്ടർ കമ്മിറ്റഡ് ആയിരിക്കണം എല്ലാ കാര്യത്തിനോടും. അങ്ങനെ 100% ഒരു ആക്ടർ എങ്ങനെയായിരിക്കണം എന്ന് എന്നെ ശരിക്കും കാണിച്ചെന്ന ആളാണ് ടോവിനോ. അതുപോലെ ആസിഫായാലും ചാക്കോച്ചനായാലും ലാലേട്ടനായാലും നരേന്ദ്രേട്ടനായാലും അപർണയായാലും വിനീതായാലും എനിക്ക് ഞാൻ വിട്ടുപോകത്തക്ക രീതിയിലുള്ള അത്രയും ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു ഈ പടത്തിൽ. 628 പേരും കണ്ട് അഭിനയിച്ച സിനിമയിൽ മെയിൻ കഥാപാത്രങ്ങൾ മാത്രം. സൗണ്ടിൻ്റെ ഫ്രീക്വൻസിയും മ്യൂസിക്കിൻ്റെ ഫ്രീക്വൻസിയും വെച്ചുള്ളൊരു പരിപാടിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഈ പടം നമുക്ക് വേണമെങ്കിൽ ഒരു മാസ് ആൻഡ് കൊമേഴ്ഷ്യൽ രീതി ചെയ്യായിരുന്നു ഈ പടം. അത് വിട്ടിട്ട് നമ്മളൊരു ഒരു ഒരു ക്ലാസ് സെറ്റിൽഡ് കൈൻഡ് ഓഫ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അതായത് മ്യൂസിക് ഒരു സ്ഥലത്ത് ഇടിച്ചു കയറി നിൽക്കരുത്. പടം കാണുമ്പോൾ ആൾക്കാർക്ക് അത് ഇമോഷണലി കണക്റ്റ് ആകണം. ഈ പടത്തിൻ്റെ വിഷ്വൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അനമോർഫിക്സിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ മൂവി അനമോർഫിക്കിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വൈ അനമോർഫിക് എന്ന് ചോദിച്ചാൽ ഇത്രയും വാസ്റ്റായ ഒരു ക്യാൻവാസ്, അതായത് ഇത്ര വലിയൊരു സെറ്റ്, ഇത്ര വലിയൊരു സ്കെയിൽ കാണിക്കണമെങ്കിൽ അനമോർഫിക്കാണ് ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ് അനമോർഫിക് നമ്മൾ ചൂസ് ചെയ്തത്. ഞാൻ ഈ പറഞ്ഞാൽ അതിൻ്റെ വൈഡ് സ്കോപ്പും ഇതെല്ലാം ആ ഒരു സെറ്റിൻ്റെ വലിപ്പം കാണിക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അനമോർഫിക്സ്. പിന്നെ ഇതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ ആണെങ്കിലും ഇത് കുറച്ച് ഡാർക്കറായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാവരും ചോദിക്കുമായിരുന്നു, ഈ പറഞ്ഞാൽ ഇത് ലൈറ്റ് കുറവാണോ. പക്ഷേ ഈ പറഞ്ഞാൽ ആ ഒരു ഡാർക്കർ ടോൺ വേണമായിരുന്നു ഈ പടത്തിന്. ഈ പറഞ്ഞാൽ ഒരു ഓവർകാസ്റ്റ് ഫീൽ, ഡേ ടൈം ആണെങ്കിലും ഒരു ഓവർകാസ്റ്റ് ഫീൽ, ഈ പറഞ്ഞ പോലെ ഇരുണ്ട് മൂടി കിടക്കുന്ന സമയം അതെല്ലാം ഫീൽ ചെയ്യിപ്പിക്കണം. പോരാതെ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി മഴയൊന്നും ഇല്ല ബേസിക്കലി. എന്നിട്ടും നമ്മൾ ഈ വെയിലുള്ള സമയത്ത് മൊത്തം കട്ട് ചെയ്ത് അണ്ടറാക്കി കുറേയൊക്കെ അണ്ടർ എന്നുള്ള പോലെയൊക്കെ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കുറേ കാലങ്ങളായിട്ട് പല സമയത്തായിട്ട് റെക്കോർഡ് ചെയ്ത മഴയുടെ ട്രാക്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്.
അതുപോലെ തന്നെ തണ്ടർ ആണെങ്കിലും. തുടക്കം ഇൻറ്റൻസിറ്റി കുറഞ്ഞ റെയിനാണ്, പിന്നീട് ഇൻറ്റൻസിറ്റി കൂടി വരിക. അത് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2018 എന്ന് പറഞ്ഞ ആ വർഷത്തിൽ നമ്മൾ അനുഭവിച്ച ഫ്ലഡിൽ നമ്മൾ എല്ലാവരും ഫീൽ ചെയ്ത കാര്യമാണ്. സോ മെയിൻ എയിം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിലെ ആൾക്കാർക്ക് ഫ്ലഡ് ഫീൽ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അടുപ്പിച്ച് മഴ പെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫിയർ ഉണ്ടാവും, വെള്ളപ്പൊക്കമാവും എന്താവും എന്നുള്ളൊരു ഫിയർ ഉണ്ടാവും. സോ ആ ഫിയർ അന്ന് നമുക്ക് കിട്ടിയൊരു ഫിയറാണ്. ആ ഫിയർ ഉണ്ടാകുന്ന ഈ മഴയുടെ നിൽക്കാത്ത പല പല വേരിയേഷൻസിലുള്ള ഈ ശബ്ദത്തിലൂടെയാണ് നമുക്ക് ആ ഫിയർ ഉണ്ടാകുന്നത്. ആ ഫിയർ ആൾക്കാരിലോട്ട് എത്തണം. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേരിയേഷൻസ് ഓഫ് റെയിൻ ഉണ്ട്. മഴ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു 15-16 വേരിയേഷൻസ് ഉണ്ട്. അതായത് ചിലപ്പം ഹെവി റെയിൻ ആയിരിക്കും, സോഫ്റ്റ് റെയിൻ ആയിരിക്കും, മീഡിയം റെയിൻ ആയിരിക്കാം. അത് പെയ്യുന്ന സ്ഥലങ്ങൾ, ഇൻറ്റീരിയർ റെയിൻസ് ഉണ്ട്, എക്സ്റ്റീരിയർ റെയിൻസ് ഉണ്ട്, വെള്ളത്തിൽ പെയ്യുന്ന മഴയുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഹാഫ് വെള്ളം ഫ്ലഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ വെള്ളത്തിൽ പെയ്യുന്ന മഴയാണ്, വെള്ളത്തിൽ വീഴുന്ന മഴയുടെ സൗണ്ടാണ്. സോ ആ ഡിഫറെൻറ്റ് ടോൺസ് ഉണ്ടാക്കിയെടുക്കണം. ഡിഫറെൻറ്റ് എന്താ പറയുന്നത്, പല സ്ഥലങ്ങളിൽ പെയ്യുന്ന മഴയുടെ ടോൺസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ സീനിനും നമ്മൾ പല ലേയേഴ്സ്, ഒരുപാട് ലേയേഴ്സ് ലെയർ ചെയ്തിട്ടാണ് ആ ഒരു ഇതുണ്ടാക്കി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ശബ്ദങ്ങൾ, എന്താ പറയുക, ഹെലികോപ്റ്റർ, കടൽ സീക്വൻസ്, ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ഹെവി സൗണ്ട്സ് ആൻഡ് ലോട്ട് ഓഫ് ഒരുപാട് ലേയേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്ത സൗണ്ടുകളാണ്. പടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീനുകളിലൊന്ന് ഹെലികോപ്റ്റർ സീക്വൻസ് ആയിരുന്നു, എയർ ലിഫ്റ്റ് ചെയ്യുന്ന സീക്വൻസ് ആയിരുന്നു. അത് ശരിക്കും ഉണ്ടായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ സീൻ ശരിക്കും ഷൂട്ട് ചെയ്യാൻ ഏറ്റവും പാടുള്ള സീനായിരുന്നു. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ എന്ന് തന്നെയായിരുന്നു ആ സീൻ ചെയ്യാൻ. കാരണം ഹെലികോപ്റ്റർ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിൻ്റെ ലീഫ്, അതിൻ്റെ കാറ്റ്, അതിൻ്റെ കാറ്റിൻ്റെ എഫക്ട്സ് വേണം, താഴെ വേണം, ആൾക്കാരുടെ എല്ലേക്കും കാറ്റ് വരണം. അപ്പം മേളൊരു പ്രൊപ്പലർ തൂക്കിയിടുക, അതിൽ തന്നെ റെയിൻ സെറ്റ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ വന്നു. ഹെലികോപ്റ്റർ ഒരിക്കലും നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്ത് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കുറേ റിസർച്ച് നടത്തി, എങ്ങനെയായിരുന്നു അവരുടെ ഹെലികോപ്റ്റർ ഇരുന്നിരുന്നത്, അതിൻ്റെ രൂപം എങ്ങനെയായിരുന്നു, അതിൻ്റെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 99% സെയിം പോലെ തന്നെയാണ് മണിച്ചേട്ടൻ ഉണ്ടാക്കിയത്. പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി ഡെലിവറിക്ക് തൊട്ട് മുമ്പ് അവരെ എയർ ലിഫ്റ്റ് ചെയ്ത് അവർ ഡെലിവറി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഡെലിവറി ചെയ്തു. ആ കുട്ടി, അവരൊക്കെ നമ്മൾ തിയേറ്ററിൽ കണ്ടായിരുന്നതിന് ശേഷം സിനിമ കാണുന്ന സമയത്ത് ഈ കുട്ടിയുമായിട്ട് അവർ വരികയും ഭയങ്കര ഇമോഷണൽ ആയി ചെയ്തൊരു സീനായിരുന്നു. വിജയ് വർമ്മ ആക്ച്വലി എല്ലാവരും കണ്ടു. വി കുഡ് സീ ഇറ്റ് ഫ്രം ദ ടോപ്പ് ആൻഡ് വാട്ട് വാസ് പോർട്രേറ്റ് വാസ് ആക്ച്വലി സീൻ ഓൺ ദ ഗ്രൗണ്ട്. എവറിബഡി ഗോട്ട് ടുഗദർ. Was 5 years old, 5 വയസ്സുള്ള. അപ്പോൾ ആ സീൻ ശരിക്കും ഷൂട്ട് ചെയ്യാൻ ഏറ്റവും പാടുള്ള സീനായിരുന്നു. അത് അതിന് ഒരു ക്രെയിനിൽ തൂക്കിയിട്ട് അതിൻ്റെ മേളിൽ പ്രൊപ്പലറും മഴയും വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. 8 ഫുൾ രാത്രികൾ കൊണ്ടാണ് ആ സീൻ ഷൂട്ട് ചെയ്തത്. ഹെലികോപ്റ്റർ എന്ന സമയത്ത് ഓട് പറന്നു പോകാൻ വേണ്ടി നമ്മൾ തെർമോക്കോളിൻ്റെ ഓട് ഉണ്ടാക്കി, അത് ടോയിൻ വെച്ചിട്ട് കെട്ടി വലിക്കുകയും അത് ഹെലികോപ്റ്റർ വരുമ്പോൾ പറന്നു പോകുന്ന പോലെ തോന്നുകയും ചെയ്യാം. ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടും ഒരു 10, 300, 400 പേര് ഉണ്ടാവും താഴെ. ക്രൂ മെമ്പേഴ്സ് 100-150 പേരുണ്ടാവും. റോപ്പുണ്ട്, സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ വിത്ത് മഴ, രാത്രി, എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ട് പോയ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കുറേ ഷോട്ടുകൾ, പ്ലാൻഡ് ആയിട്ടുള്ള ഷോട്ടുകളെല്ലാം താഴെ നിന്നുള്ള ഷോട്ടുകളായിരുന്നു, വൈറ്റ് ഷോട്ടും എല്ലാം. വൺസ് ഒരു പോയിന്റ്, അപ്പോൾ നമ്മൾ മേലെ നിന്നുള്ള ഷോട്ട് ആദ്യം, ഉള്ളിൽ നിന്ന് ഷോട്ട്സ് എന്തായാലും വേണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിച്ചിരുന്നത് ഹൈറ്റ് ഡൗൺ ചെയ്ത് ചീറ്റ് ചെയ്ത് ഗ്രീൻ മാറ്റൊക്കെ വെച്ചൊക്കെ എടുക്കാം, VFXൻ്റെ സഹായത്തോടെ എടുക്കാം എന്നുള്ളതായിരുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ നിങ്ങൾ ഉണ്ടാക്കി, അത് എക്സ്റ്റീരിയർ ഷോട്ട്സിനൊക്കെ അത് ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്റ്റീരിയർ ഷോട്ട്സ് മാത്രമല്ല, ഇൻറ്റീരിയറും നമ്മൾ അതിൻ്റെ ഉള്ള ഷൂട്ട് ചെയ്താൽ. പിന്നെ ഈ പറഞ്ഞ ഹെലികോപ്റ്ററൊക്കെ മണിച്ചേട്ടൻ സെറ്റ് ഉണ്ടാക്കിയതും അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ ഞാൻ കാണുന്നത്, അതിൻ്റെ ഒറിജിനൽ ഹെലികോപ്റ്റർ പോയി കാണുന്നതും അത് എങ്ങനെയൊക്കെയാണ്, അത് പുള്ളി, ഞാൻ മണിച്ചേട്ടൻ കണ്ട ഒരു സാധനം, പുള്ളി ഒബ്സർവ് ചെയ്യും, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യും. അത് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി കുറേ ഡീറ്റെയിലിങ്ങിലോട്ടൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ പറഞ്ഞ പോലെ വൺസ് ഇത് ഹെലികോപ്റ്റർ സെറ്റ് റെഡി ആയതിനു ശേഷം ചെന്ന് കാണുമ്പോൾ പക്ക ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുന്നൊരു ഹെലികോപ്റ്ററാണ്
നമുക്ക് അവിടെ മണിച്ചേട്ടൻ ഒരുക്കിയിരുന്നത്. ഇത് ശരിക്കും അതെനിക്കും ഒരു പുതിയ അറിവ്, ജോഡിനും പുതിയ അറിവായിരുന്നു. അതിൻ്റെ ഒരു ഹെലികോപ്റ്ററിന് അവർ ഫ്യൂവൽ ഫില്ല് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 3 hours അങ്ങനെ ടൈം കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടൈം കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒറിജിനൽ ഹെലികോപ്റ്ററിനെ വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലൈറ്റിങ് ചെയ്യാതെ നമ്മൾ ഒരു മിഡിൽ സ്റ്റേജിൽ കൊണ്ടുവരിക, അതല്ലെങ്കിൽ അതിനെ ഒന്ന് ഹാങ് ചെയ്ത് നിർത്തിയിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാതെ നമുക്ക് ഒറിജിനലായിട്ട് പറ്റില്ല. ഹെലികോപ്റ്റർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും വിശ്വസിക്കില്ല ഇത് നമ്മളുണ്ടാക്കിയാണ് ഹെലികോപ്റ്ററാണ് ഇതാണെന്ന് പറയില്ല. ഓക്കെ, അതിന് ഈ പറഞ്ഞ VFX സപ്പോർട്ട്, പിന്നെ അതേപോലെ തന്നെ സ്പെഷ്യൽ എഫക്റ്റിൻ്റെ സപ്പോർട്ട് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയതും ഒരു ചെറിയ പൈസക്കാണ് ഉണ്ടാക്കിയാക്കണം. അത്രയും പൈസക്ക് ഒരു സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വിശ്വസിക്കാനായിട്ട് പാടാണ്. ക്രൂവിന് എത്ര കോൺഫിഡൻസ് കൊടുത്തതെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം ഹെലികോപ്റ്ററിൻ്റെ മോഡൽ നമുക്ക് നമ്മൾ ആക്ച്വലി മണിച്ചേട്ടൻ ക്രിയേറ്റ് ചെയ്ത സെറ്റിൽ മോഡൽ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ആക്ച്വൽ സെറ്റ്. അപ്പോൾ അത് നമ്മൾ ഡ്രോൺ വെച്ച് ഫോട്ടോഗ്രാമെട്രി ചെയ്ത് സ്കാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ലൈക്ക് മില്ലിമീറ്റർ ആക്യുറസിയിൽ സെയിം സാധനം തന്നെ നമുക്ക് സ്കാനിൽ കിട്ടും. അപ്പോൾ വൈഡ് ഷോട്ട്സിലാണ് ഹെലികോപ്റ്ററിൻ്റെ ഏറ്റവും കൂടുതലും കോംപ്ലക്സ് ഷോട്ട്സ് വരുന്നത്. ഹെലികോപ്റ്റർ പറന്ന് വരുന്നതും ഈ ട്രീസ് ആടുന്നതും പിന്നെ ഈ ടോപ്പ് ആംഗിൾ ഷോട്ട്സിൽ നിന്ന് കാണിക്കുന്ന ആ ലൊക്കേഷൻ മൊത്തം ചേഞ്ച് ആകുക എന്നുള്ള ഒരു 3-4 ഷോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഏറ്റവും കോംപ്ലക്സ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. ബാക്കി എന്ന് പറയുന്നത് ഗ്രീൻ സ്ക്രീനും സെറ്റ്, ഈ ഇവർ റോപ്പിൽ തൂങ്ങി കിടക്കുമ്പോൾ ഉള്ള ലെയർ കോമ്പോസിറ്റിങ്, അങ്ങനത്തെ ചേഞ്ചസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ എൻവയൺമെൻറ്റ് മൊത്തം ചേഞ്ച് ചെയ്യേണ്ടി വന്ന ഷോട്ട്സും ആ ട്രീസിൻ്റെ ഇൻട്രാക്ഷനും ചെയ്യുന്നതായിരുന്നു ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ആക്ച്വലി എനിക്കൊന്ന് നമ്മൾ സെറ്റിൽ അധികം മെൻഷൻ ചെയ്തില്ല. എനിക്കൊന്ന് അത് പറഞ്ഞ് ടെൻഷൻ ആക്കേണ്ടെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. പക്ഷേ അത് ഒരു കോംപ്ലക്സ് ഇഷ്യൂ തന്നെയായിരുന്നു. നമുക്കറിയായിരുന്നു ട്രീസ് റീപ്ലേസ് ചെയ്യേണ്ടി വരും ഒരു പോയിന്റിൽ. കാരണം അത് ഇഗ്നോർ ചെയ്താൽ എന്തുകൊണ്ട് ലീവ്സ് അനങ്ങുന്നില്ല എന്നൊരു ചോദ്യം വരും പിന്നീട് ഹെലികോപ്റ്റർ ഇത്രയും ഹൈറ്റിൽ വന്ന് നിൽക്കുമ്പോൾ. അങ്ങനെയായിരുന്നു നമ്മുടെ ഒരു അപ്രോച്ച്. അതിലൊരു പട്ടി വരെ അഭിനയിച്ചിട്ടുണ്ടെന്നതാണ്. ആ പട്ടിയുടെ ലുക്ക് പോലും നമ്മൾ അതിനകത്ത് എടുത്തിട്ടുണ്ട്. കാരണം ഹെലികോപ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവികൾക്ക് അതുവരെ കാണാതിരുന്നൊരു ഭാവഭേദം വരും. അതുപോലും നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം അങ്ങനെ എല്ലാം ഒത്തു വന്ന ഒരു എല്ലാ കാലത്തും എന്താ പറയുക, എയർലിഫ്റ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്ത ഒരു രീതി മാത്രമാണ് ഈ സിനിമ ജഡ്ജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീനായി മാറിയ ആ സീൻ. ഇതിൻ്റെ വീടും ബാക്കി ഫ്ലഡ് ചെയ്യുന്നതും ഒക്കെ ഒരു സ്ഥലത്ത് ആണെന്നുള്ള ആദ്യം മുതലേ നമ്മളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. വീട് വെള്ളം മുങ്ങുക എന്നുള്ളതിന് ഉപരി നമുക്ക് വെള്ളത്തിൽ വീട് മുക്കുക എന്നുള്ള പരിപാടിയാണ് പുള്ളി തന്നെ പറഞ്ഞ ഐഡിയ ആണ്. അതായത് സാധാരണ നമ്മൾ കാണുമ്പോൾ വെള്ളം പൊങ്ങിയാ വരുന്നത്. ഇത് ആക്ച്വലി വെള്ളത്തിൻ്റെ ലെവലൊന്നും മാറുന്നില്ല, വെള്ളം ഒരേ ലെവലിൽ നിൽക്കുന്നു. വീടുകളാണ് താഴ്ന്നു വരുന്നത്. ഇത് അതിന് മണിച്ചേട്ടൻ ചൂടേണ്ണ കൂടി കണ്ടുപിടിച്ച ഐഡിയ വളരെ ഗംഭീരമായിരുന്നു. അണ്ടർ വാട്ടർ സീക്വൻസ് ശരിക്കും ഞങ്ങൾ ഒറ്റയടിക്ക് ഒരു ബാസി മുങ്ങുന്നതും അനൂപ് എബിൻ്റെ വീട്ടിൽ ചെന്ന് റെസ്ക്യൂ ചെയ്യാൻ നോക്കുന്നതും എല്ലാം കമ്പൈൻ ചെയ്ത് ഞങ്ങളൊരു 3 ദിവസമാണ് 3 ഫുൾ ഡേ പ്ലാൻ ചെയ്തത്. കാരണം അത് നൈറ്റ് സീക്വൻസ് ആണെങ്കിലും ലൈറ്റിങ്ങിന് കുറച്ചും കൂടി എളുപ്പം ഡേയിൽ ചെയ്യുന്നതാണെന്ന രീതിയിൽ ഞങ്ങൾ ഡേയിലാണ് 3 ദിവസമാണ് അത് പ്ലാൻ ചെയ്തത്. പക്ഷേ അത് അനീസ് എന്ന് പറഞ്ഞൊരു DOP ഉണ്ട്, അണ്ടർ വാട്ടർ DOP, മുംബൈയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം വന്നിട്ട് 1.5 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഫുൾ സാധനം എടുത്തു കഴിഞ്ഞത്. അപ്പോൾ അതിൽ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ടൊവിനോയും ഇന്ദ്രൻ ചേട്ടനെയാണ്. അവർ രണ്ടുപേരും വളരെ പെട്ടെന്ന് തന്നെ വെള്ളത്തിനുള്ളിൽ കയറുകയും ജീവൻ പണയം വെച്ചാണ്. ഇന്ദ്രൻ ചേട്ടനൊക്കെ ശരിക്കും സ്വിമ്മിങ് പോലും അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം അതിന് കഷ്ടപ്പെട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ പകുതി ദിവസം കൊണ്ട് തന്നെ ആ സീൻ കഴിഞ്ഞു. പല സിനിമകളിലും അണ്ടർ വാട്ടർ സീക്വൻസുകളൊക്കെ ഉണ്ടെങ്കിലും അവർ അണ്ടർ വാട്ടർ എവിടെയാണോ ഉള്ളത് എവിടെ ഷൂട്ട് ചെയ്യാൻ കംഫർട്ടായിട്ട് കിട്ടും എന്നുള്ള സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യാമെന്നല്ലാതെ ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും തോന്നുന്നു. അതിൽ അണ്ടർ വാട്ടർ ടാങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വാട്ടർ ഫില്ല് ചെയ്യാനും ഫിൽട്രേഷൻ ചെയ്യാനും ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു.
ഈ അണ്ടർ വാട്ടർ ടാങ്കിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പായിരുന്നു നമ്മൾ കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ടെൻഷൻ കൂടിയ ഒരു സംഭവമായിരുന്നു. അതായത് അതിൽ വെള്ളം നിറയ്ക്കൽ തന്നെ വലിയൊരു ടാസ്ക്കായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ട് വെള്ളം പ്യൂരിഫൈ ചെയ്തിട്ട് വെള്ളം നിറച്ചു. വെള്ളം നിറയാനായിട്ട് ഒരുപാട് മണിക്കൂറുകൾ എടുത്തിട്ടാണ് വെള്ളം നിറഞ്ഞത്. അപ്പോൾ അത് ഏതാണ്ട് ഒരു ദിവസത്തോളം സമയം ഏതാണ്ട് എടുത്തു. ഒരു 12-14 മണിക്കൂറോളം സമയം എടുത്തിട്ടാണ് വെള്ളം അതിനകത്ത് നിറഞ്ഞത്. പക്ഷേ അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഒരു ഡെമോ ഷൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അത് ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വെള്ളം മാറ്റിയിട്ട് പിന്നെ നമുക്ക് നല്ല വെള്ളം വേറെ വെള്ളം ഫില്ല് ചെയ്യേണ്ടി വന്നു അതിനകത്ത്. എനിക്ക് ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുന്നത് ആ ലാസ്റ്റ് വയലിൻ ബീജത്തിനെ കുറിച്ചാണ്. അത് വായിച്ചേക്കുന്ന ശ്രാവൺ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുള്ളൊരു പയ്യനാണ്. അത് സോളോ വയലിനാണ് ആക്ച്വലി. ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് രാത്രി ചെയ്തൊരു പരിപാടിയാണ്. അതായത് രാത്രി ഞങ്ങളിരുന്നു, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നൊരു 7 മണിക്കിരുന്നു, രാവിലെ ഒരു 5 മണി 6 മണിയാകുമ്പോൾ ഞങ്ങളത് തീർന്നു. ഞാൻ 9 മണിയാകുമ്പോൾ ജൂൺ അയച്ചു കൊടുക്കുന്നത്. അതായത് ആ വെയിറ്റിങ്ങിലായിരുന്നത് എങ്ങനെയാണ് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ പുള്ളി. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ അസോസിയേറ്റ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസ്, അവരെല്ലാവരും വളരെ ഇതിൻ്റെ കൂടെ നിന്നിട്ടുള്ളവരാണ്. ഈ പറഞ്ഞ പോലെ യൂണിറ്റ് ബേസിക്കലി അവരെ നമ്മൾ എപ്പോഴും മിസ്സായി പോകുന്നൊരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട് സിനിമയുടെ പുറകിൽ വർക്ക് ചെയ്യുന്നതിന്. മെയിൻ ടെക്നീഷ്യൻസ് മാത്രമല്ല ഈ എഫേർട്ട് ഇടുന്നത്. സത്യം പറഞ്ഞാൽ മെയിൻ ടെക്നീഷ്യൻസിൻ്റെയൊക്കെ വർക്കൊക്കെ സിമ്പിളാക്കി തരുന്നത് ഈ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. മണിച്ചേട്ടനും ടീമും എന്ന് പറയുന്നത് നമുക്കൊരു ബസ് നിറയെ കലാകാരന്മാർ വന്നാൽ എങ്ങനെയുണ്ട്. അപ്പോൾ നമുക്കൊരു എൻ്റെ കൂടെയുള്ള ഒരു ക്രൂ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ക്രൂ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 200-ൽ കൂടുതൽ ആളുകൾ, 300-ൽ താഴെയായിട്ടുള്ള ആളുകൾ അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പല പല ഡിപ്പാർട്ട്മെൻറ്റിൽ വെൽഡേഴ്സ്, കാർപ്പൻറ്റേഴ്സ്, പെയിൻറ്റേഴ്സ്, മോൾഡേഴ്സ്, തെർമോക്കോൾ വർക്കേഴ്സ്, അനിമട്രോണിക്സിൻ്റെ ആൾക്കാർ, മോട്ടറിൻ്റെ വർക്കുകൾ, അങ്ങനെയുള്ള പല പല രീതിയിലും പല ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ അസോസിയേറ്റുമാർ, എൻ്റെ അസിസ്റ്റൻസ് എല്ലാവരും എന്തെന്നറിയും. നാടകം വേണം എന്ന് പറഞ്ഞ് നമ്മളൊരു നാടകത്തിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബസ് നിറയെ നായകന്മാർ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലത്തെ പ്രതീതിയാണ്. ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പോലും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ക്വാളിറ്റി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ടീം ഇതിനെല്ലാം ചാർട്ട് ചെയ്ത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ നാളെ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ശരിക്കും തിരുനെൽവേലിയിൽ ഷൂട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഷൂട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഇത്രയും ആൾക്കാരുടെ ട്രാവലിങ്ങും അവർക്ക് അവിടെ താമസവും അവിടെ നിന്ന് വരാനുള്ള വണ്ടികളും എല്ലാം സ്മൂത്തായിരുന്നു. ആർക്കും ഇതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. റെയിൻ യൂണിറ്റായിരിക്കും ഈ പടത്തിൽ ഏറ്റവും ആദ്യം ചെയ്ത കേട്ടത്. കാരണം റെയിൻ ഓൺ എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും റെയിൻ ഓൺ ആവുന്നതില്ല. പക്ഷെ അവർ ഇത്രയും കാലം ചെയ്ത സിനിമകളിലൊക്കെ റെയിൻ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൂടുതൽ ഉണ്ടാവാറില്ല. പക്ഷെ നമ്മുടെ സിനിമയിൽ ത്രൂ ഔട്ട് റെയിൻ ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു 3-4 ദിവസം അവർ കുറേ സിങ്കാവാൻ കുറച്ച് പാടായിരുന്നു അവരെ എല്ലാവർക്കും. പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇപ്പോഴും ബന്ധം സൂക്ഷിക്കുന്നതിലേക്ക് അവരെല്ലാവരും മാറി എന്നുള്ളതാണ്. നമ്മളെ എവിടെ വെച്ച് കണ്ടാലും വന്ന് കെട്ടിപ്പിടിക്കുന്ന അത്രയും ബന്ധമായി മാറുന്ന ആൾക്കാരാണ്. അപ്പോൾ അത്രയും പണിയെടുത്തിട്ടുണ്ട് അവർ. അവരിൽ പലരെയും ഇപ്പോൾ അതിൽ ഒരു നോൺ മലയാളിയായ ഒരാളുണ്ടായിരുന്നു, ഹസൻ എന്ന് പറഞ്ഞ പുള്ളിയൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്യാമറ വെക്കുന്നത് എവിടെയാണെന്ന് നോക്കിയിട്ട് എത്ര ന്യൂസിൽ വേണം എന്ന് ഒരു തീരുമാനം എടുത്തിരുന്നത് പുള്ളിയായിരുന്നു എനിക്ക് തോന്നുന്നത്. കാരണം വെക്കുമ്പോഴേ പറയും അവിടെയുള്ള ചേട്ടാ നമുക്ക് ഇവിടെ വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയും ഇൻവോൾവ് ആയി എല്ലാവർക്കും അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. എൻ്റെ ബാക്ക് ബോണായിട്ട് നിന്ന് എൻ്റെ അസോസിയേറ്റ് അമൽ, ജിതിൻ, എൽദോ, ഇവർ 3 പേരായിരുന്നു എൻ്റെ ബാക്ക് ബോൺ ഈ സിനിമയുടെ വിഷ്വലിൻ്റെ. എനിക്കിപ്പോൾ ഈ സിനിമയിൽ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത് 2 പേരാണ്. പറഞ്ഞ എൻ്റെ അസോസിയേറ്റ് ഉണ്ട് ഷബീർ മുഹമ്മദ്, കുറച്ചാൾ കളൗട്ട് എൻ്റെ ഒപ്പം ഉള്ളതാണ്. പിന്നെ ഒരു അസിസ്റ്റൻ്റ് ഇട്ടിട്ടുണ്ട് തേജസ്. ഇവർ 2 പേരായിരുന്നു ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു ഈ പടത്തിൽ. എൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. അധികം ആൾക്കാരൊന്നും ഇല്ലാതെ നമ്മളൊരു മിനിമൽ ടീമായിരുന്നു. ആദ്യം ഞാൻ പല ആൾക്കാരെ വെച്ചിട്ടുണ്ടായിരുന്നു. സൈലക്സ് ചേട്ടനാണ് ചീഫ് അസോസിയേറ്റ് ആയിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു പടത്തിൽ ആദ്യം മുതൽ. ശേഷം ഞാനൊരു 5 പുതിയതല്ല കുറച്ച് നല്ല പിള്ളേരെ വയ്ക്കുന്നു. പക്ഷെ അവർക്ക് ആർക്കും നമ്മുടെ സിനിമയുടെ മേജർ പോർഷൻ ഒന്ന് വരുന്നതിന് മുമ്പ് തന്നെ അവർ ടയേർഡായിരുന്നു. എല്ലാവർക്കും മടുത്തു, ജീവിതം മടുത്ത്. പിന്നെ നമ്മുടെ സിനിമയിൽ സൈലക്സ് ചേട്ടനായാലും ശ്യാമായാലും അരവിന്ദായാലും അരുണായാലും സിറാജേട്ടനായാലും അലനായാലും എല്ലാവരും ഫുൾ ടൈം ഞാൻ കാണുമ്പോൾ വെള്ളത്തിലാണ്. ഇവരെ എല്ലാവരും കോസ്റ്റ്യൂം കണ്ടിട്ട് ചെയ്യുന്ന ശ്യാമ വെള്ളത്തിലുണ്ടാവും, ബോട്ട് പിടിക്കാൻ അവർ വെള്ളത്തിലുണ്ടാവും.
സൈലക്സ് ചേട്ടനൊക്കെ ഞാൻ കാണുന്നത് ഫുൾ ടൈം വെള്ളത്തിലാണ്. അയാളുടെ ഒരു ഹാർഡ് വർക്ക് ഈ സിനിമയ്ക്ക് ഭയങ്കര ഗുണം ചെയ്തു. ശ്യാമിനെയും എല്ലാവരെയും ഞാൻ ചീത്ത പറയുന്നുണ്ട്, എല്ലാവരും നല്ല ചീത്ത പറയുന്ന ആളാണ് ഞാൻ. പക്ഷെ അവരെല്ലാവരും മറ്റേ എന്താ പറയുക സിനിമയുടെ അവസാനം വരെ നിൽക്കുകയും സിനിമ കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് ഇവരെല്ലാം കണ്ണ് നിറഞ്ഞ്, അപ്പം ഞാനൊരു റെസനേറ്റർ ആയതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ഫീൽ എന്താണെന്ന് അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഉഗ്രൻ ടീമായിരുന്നു. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ശരിക്കും പറഞ്ഞ ഒരു ധൈര്യം വന്നത്. കാരണം അങ്ങനെ ഷൂട്ടിംഗ് തീർന്നു, ഇനി എഡിറ്റ് ചെയ്ത് കണ്ടാൽ മതി. ഈ സമയത്തെങ്കിലും പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് വ്യക്തിപരമായി ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. CG ചെയ്തവർ, ഓരോ ടെക്നീഷ്യൻസും രാവും പകലും അധ്വാനിച്ച ലൈറ്റ് ബോയ്സ്, അവരൊക്കെ ഈ വെള്ളത്തിനിടയ്ക്കിരുന്ന് കഷ്ടപ്പെട്ട ആർട്ട് അസിസ്റ്റൻസ്, പ്രൊഡക്ഷൻ ബോയ്സ്, നൈറ്റ് ഷൂട്ടിനൊക്കെ ഇതുങ്ങളൊക്കെ ഉറങ്ങാതെ നിൽക്കുന്ന ഡ്രൈവേഴ്സ്, ഇതെല്ലാം ഏർലി മോർണിംഗ് ഷൂട്ടിംഗ് കഴിഞ്ഞ് കൊണ്ടുപോകണം. ഒരു ഭക്ഷണം തരുന്നവർ, എല്ലാ മേഖലകളും ഈ സിനിമയ്ക്ക് വേണ്ടി ഓരോരുത്തരും അവരുടേതായ റോള് കൃത്യമായിട്ട് പറഞ്ഞാൽ അതിൽ കൂടുതലായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളുടെ എന്താണ് ആ ഒരു അൾട്ടിമേറ്റ് ഇത് എത്തിക്കഴിഞ്ഞ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനെപ്പോഴും പറയും, ഇനിയൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇതിൻ്റെ അപ്പുറത്തൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ സിനിമ സംഭവിച്ചാൽ ഇതിലെ ഡയറക്ടർ, അതിൽ വർക്ക് ചെയ്താക്കണ എൻ്റെ ക്രൂ ആയാലും അതിൻ്റെ കാസ്റ്റിങ്ങിലായാലും പ്രൊഡക്ഷനിലുണ്ടായിരുന്ന എല്ലാവരോടും നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. എല്ലാവരും കൂടി ഒരു ഫാമിലിയായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതും ഒരു ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും ഒരു നല്ല ഓർമ്മകളാണ് 2018 എനിക്ക് തന്നിട്ടുണ്ട്. തിയേറ്ററിൽ വന്നപ്പോഴാണ്, തിയേറ്ററിൽ ആളുകൾ സ്വീകരിച്ചപ്പോഴാണ് ശരിക്കും ത്രില്ലായത് ശരിക്കും. എന്നുവെച്ചാൽ അതായത് ജനങ്ങൾ ഫ്ലഡ് എങ്ങനെ സ്വീകരിച്ചോ അതേപോലെ തന്നെ തിയേറ്ററിൽ ഫ്ലഡായിരുന്നു. അതൊരു സന്തോഷം ഉണ്ടാക്കിയൊരു ഇതായിരുന്നു. ഈ സിനിമയിൽ കുറേ ആളുകളുടെ ഹാർഡ് വർക്ക് ഉണ്ട്, കുറേ എഫേർട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം പോസിബിൾ ആവാൻ കാരണം ഒരാളുടെ വിഷനാണ്. ജൂഡേട്ടൻ്റെ വിഷനാണ് ഇതെല്ലാത്തിലോട്ടും ലീഡ് ചെയ്തത് നമ്മളെ. അപ്പോൾ ലൈക്ക് പടത്തിൻ്റെ ടാഗിലെ എവരി വൺ ഈസ് എ ഹീറോ പോലെ ജൂഡേട്ടൻ ഈസ് ദ ഹീറോ. അപ്പോൾ ജൂഡേട്ടൻ ഇത് ഭയങ്കരമായിട്ട് പ്രൂവ് ചെയ്യേണ്ട ഒരു സിനിമയെന്ന് അറിയാം. പക്ഷേ ഇതിലേക്ക് വന്നപ്പോൾ ബാക്കി ടെക്നീഷ്യന്മാരോട് അടുത്തും ചോദിച്ചറിയാം, എല്ലാവർക്കും പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യകത വന്നു ശരിക്കും ഈ സിനിമയിൽ. 2018 എവരി വൺ ഈസ് ഹീറോ എന്നുള്ള സിനിമ ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു സിനിമയാണ്. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് അഭിമാനമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നേടിയെടുക്കാൻ നമ്മുടെ 1-2 സ്റ്റെപ്പുകൾ മാത്രം മതി. അതൊരു ചെറിയ സ്റ്റെപ്പായിരിക്കും ചിലപ്പോൾ. ആ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ സ്റ്റെപ്പായി മാറും, അത് അതിലും വലിയ സ്റ്റെപ്പായി മാറും. അങ്ങനെ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു വലിയ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാനൊരു വളരെ നോർമൽ ഫിലിം മേക്കറാണ് ഞാൻ. സാധാരണഗതിയിൽ സിനിമകളിൽ നിന്ന് പഠിക്കാൻ ഇഷ്ടമുള്ള ഷോർട്ട് ഡിവിഷനൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിലിം മേക്കറാണ്. എന്നെ സംബന്ധിച്ച് 2018 എവരി വൺ ഈസ് ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഉണ്ടായ സിനിമയാണ്. എല്ലാ ദിവസവും ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സിനിമ പഠിക്കുന്ന ഒരു ഫിലിം ബഫിന് ആർക്ക് വേണമെങ്കിലും എത്ര വലിയ സിനിമകളും ഏത് സ്കെയിലിലും ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് 2018 എവരി വൺ ഈസ് ഹീറോയും ഞാനെന്ന ഫിലിം മേക്കറും. അതുകൊണ്ട് സിനിമ സ്നേഹിക്കുക, സിനിമയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് അല്ലാതെ വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല. മലയാള സിനിമ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ ഞങ്ങളുടെ ഈ കൊച്ചു ശ്രമത്തിന് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്.